അപ്പൊ ഗൈസ് 1000 രൂപ വില വരുന്ന ഈ ഒരു മാക്സേഫ് വയർലെസ് ചാർജർ നമ്മൾ 174 രൂപക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. നമ്മൾ അതിനെ പറ്റിയിട്ട് കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വയർലെസ് ചാർജർ 147 രൂപക്ക് വാങ്ങിക്കുന്നതെന്ന്. കാണാത്തവരൊന്ന് ചെക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ 174 രൂപക്ക് വാങ്ങിച്ച ഈ ഒരു സംഭവം നല്ലതാണോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഗൈസ് നമ്മുടെ വയർലെസ് ചാർജർ ഇതുപോലത്തെ ഒരു പാക്കിന്റെ അകത്താണ് വരുന്നത്. പാക്ക് പൊട്ടിച്ചു കഴിയുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു USB-A to C അഡാപ്റ്റർ കാണാവുന്നതാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ആൻഡ്രോയിഡ് ചാർജറിന്റെ അകത്ത് നമ്മുടെ ഈ ഒരു C ടൈപ്പ് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അഡാപ്റ്റർ നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ പാക്കിന്റെ അകത്ത് വരുന്നത് നമ്മുടെ വയർലെസ് ചാർജറും പിന്നെ അതിന്റെ ഒരു ചെറിയൊരു യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാക്കിന്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ വയർലെസ് ചാർജർ. ഇതിന് ഏകദേശം 1 മീറ്റർ അടുത്ത് നീളം വരുന്ന ഒരു ടൈപ്പ് C കേബിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബിൽഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി മെറ്റൽ ബിൽഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു വയർലെസ് ചാർജർ വരുന്നത്. ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു റബ്ബറിന്റെ ബീഡിങ് പോലത്തെ ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു വയർലെസ് ചാർജറിൽ കിട്ടിയിട്ടുള്ളത്. വെറും 174 രൂപക്ക് നമുക്ക് ഈ ഒരു വയർലെസ് ചാർജർ അവൈലബിൾ ആണ്. 15 വാട്ട്സ് ആണ് ഈ ഒരു വയർലെസ് ചാർജറിന്റെ മാക്സിമം സപ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഐഫോൺ ഏകദേശം 2.3 മണിക്കൂർ എടുത്താണ് ഇത് ചാർജ് ആവുന്നത്. നമ്മുടെ നോർമൽ ചാർജിങ്ങിനേക്കാളും 1 മണിക്കൂർ കൂടുതൽ ഈ ഒരു വയർലെസ് ചാർജിങ് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡെയിലി റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു വയർലെസ് ചാർജർ നമ്മുടെ TWSഉം മറ്റു സ്മാർട്ട് വാച്ചസും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഗൈസ് ഇനിയും ഇതുപോലത്തെ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തേക്ക്.